ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠമെന്ന് അരുളി ചെയ്ത നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഈ ആഴ്ചയുടെ ആരംഭ ദിവസത്തിൽ തന്നെ എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ മാസം തുടർമാനമായും കഴിഞ്ഞ 25 ദിവസമായും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവിക കൃപയുടെ സന്ദേശമാണ്. നമ്മൾ ഈ മാസം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് മന്ത് ഓഫ് ഗ്രേസ് എന്നാണ്. ഗ്രേസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപ എന്നാണ്. എന്ന് വെച്ചാൽ അർഹതയില്ലാത്തടുത്ത് അർഹത തന്ന് നമ്മെ മാനിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും ദൈവം എത്രത്തോളമാണ് അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് ഒന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കാമോ? എത്രയോ പേര് നമ്മൾ ഈ ലോകത്ത് മാറ്റപ്പെടേണ്ടവരായിരുന്നു, ഈ ലോകത്ത് നശിച്ചു പോകേണ്ടവരായിരുന്നു, പാപത്തിൽ വീണു പോകേണ്ടവരായിരുന്നു. പക്ഷേ അവിടെ ഒന്നും കൊണ്ടെത്തിക്കാതെ ദൈവത്തിന്റെ കൃപയിലും കരുണയിലും അവന്റെ ദീർഘക്ഷമയിലും ദയയിലും നമ്മെ നിലനിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകുന്നു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ഒരു അവകാശിയായും ഈ ദൈവിക ശുശ്രൂഷയുടെ ഒരു പങ്കാളിത്തത്തിന്റെ ഉടമയായും നിങ്ങൾ മാറുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മേഖലകളിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ച, ഈ അവസാനത്തെ മെയ് മാസത്തിന്റെ ആഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷവും തന്ന ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാൻ നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 31-32 വാക്യങ്ങൾ. എങ്കിലും നിന്റെ മഹാകരുണ നിമിത്തം നീ അവരെ നിർമൂലമാക്കി കളഞ്ഞില്ല, ഉപേക്ഷിച്ചു കളഞ്ഞതുമില്ല. നീ കൃപയും കരുണയുമുള്ള ദൈവമല്ലോ. ആകയാൽ ദൈവമേ, നിയമവും കൃപയും പാലിക്കുന്നവനായി വലിയവനും ബലവാനും ഭയങ്കരമായ ഞങ്ങളുടെ ദൈവമേ എന്നവർ നിലവിളിക്കുന്നു. സ്തോത്രം. ഇവിടെ ഇത് വളരെ വ്യക്തമായി നെഹമ്യാവിന്റെ പുസ്തകം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അവന്റെ ദേശം ചുട്ടും തീ വെച്ചും നശിച്ചും നാമാവിശേഷമായിരിക്കുമ്പോൾ പ്രവാസത്തിൽ ഇരിക്കുന്ന നെഹമ്യാവ് പ്രവാസത്തിലും ദൈവകൃപ അന്വേഷിക്കുന്നു, ദൈവകൃപയിൽ ആശ്രയിക്കുന്നു, ദൈവത്തിലും അവന്റെ വചനത്തിലും അവൻ നിലകൊള്ളുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? പൊളിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുവാൻ തക്ക നിലവാരത്തിൽ ദൈവം അവൻ എന്ത് ചെയ്തു? ഉപയോഗിക്കുവാനിടയായി തീർന്നു. അവൻ കേട്ട അവന്റെ ദേശത്തിന്റെ വിപത്ത് മനസ്സിലാക്കിയപ്പോൾ അവൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി, അവൻ പ്രാർത്ഥിച്ചു, അവൻ കരഞ്ഞു, അവൻ വിലപിച്ചു, അവൻ ദൈവമുഖത്തേക്ക് നോക്കി. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ തന്നെയാണ് യെരൂശലേമിൽ പൊളിഞ്ഞും തീ വെച്ചും കിടക്കുന്ന ആ മതിലുകളെ പണിയേണ്ടതിനും 10 വാതിലുകളെ പണിയുവാൻ, പൊളിഞ്ഞു കിടക്കുന്ന 10 മതിലുകളെ പണിയുവാൻ സ്വർഗം അവനെ സെലക്ട് ചെയ്യുവാൻ ഇടയായി തീർന്നു. അവന് വേണ്ടുന്ന സകലതും ദൈവം പ്രൊവൈഡ് ചെയ്തു. അവനെ ഉപേക്ഷിച്ചില്ല, കൈവിട്ടില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിൽ ചിലപ്പോൾ നീ മാത്രമായിരിക്കും രക്ഷിക്കപ്പെട്ടത്, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. ചിലപ്പോൾ നിന്റെ കുടുംബത്തിൽ എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചവളായിരിക്കാം. ഈ മാർഗത്തിൽ നീ കടന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ മാർഗത്തിൽ വന്നതുകൊണ്ട് നിന്നെ മാറ്റി നിർത്തിയവരായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നീ ഒരുവൻ ദൈവമുഖം അന്വേഷിക്കുന്നവരാണെങ്കിൽ നിന്റെ ദേശത്ത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ദൈവമുഖം അന്വേഷിച്ച ആ നെഹമ്യാവിനെ ഇടിഞ്ഞും പൊളിഞ്ഞും തീ വെച്ചും കിടക്കുന്ന 10 മതിലുകളെ പണിയുവാൻ സ്വർഗം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ വിളിച്ചു പറഞ്ഞൊരു പദമുണ്ട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ആ എഴുന്നേറ്റ് പണിയാൻ അവൻ ആവശ്യമായത് എന്തെന്നറിയാമോ? ദൈവകൃപയാണ്. അതുകൊണ്ടാ പറഞ്ഞത്, എങ്കിലും നിന്റെ മഹാകരുണ നിമിത്തം നീ അവരെ നിർമൂലമാക്കുകയില്ല, ഉപേക്ഷിച്ച് കളഞ്ഞതുമില്ല. നീ കൃപയും കരുണയുമുള്ള ദൈവമല്ലോ. നമ്മുടെ ദൈവം ഒരു സാധാരണ ദൈവമല്ല, നമ്മുടെ ദൈവം ഒരു അസാധാരണമായ ദൈവമാണ്. നമ്മുടെ ദൈവം കൃപയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ദയുള്ളവനാണ്. നമ്മൾ ചെയ്ത തെറ്റിനനുസരിച്ച് ശിക്ഷിക്കാമായിരുന്നെങ്കിൽ ഈ ലോകത്ത് നമ്മൾ കാണത്തില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ഇവിടെ ഇതാ നെഹമ്യാവിനെ ദൈവത്തിന് ശക്തമായി
ഉപയോഗിക്കാൻ കഴിഞ്ഞതിന്റെ പ്രധാന കാരണം അവൻ ദൈവത്തിലും ദൈവവചനത്തിലും ദൈവമുഖം അന്വേഷിക്കുന്നവനായിരുന്നു. അവനെ കൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ 52 ദിവസം കൊണ്ട് അവൻ വസ്ത്രം പഴകാതെ അവൻ നിന്ന ആ നിൽപ്പിൽ തന്നെ ആ മതിലുകളെ പണിയുവാൻ സ്വർഗമിടയാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും ദൈവം ഇതുപോലെ ഇടിഞ്ഞു കിടക്കുന്ന കുടുംബങ്ങളെ, തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ പണിയുവാൻ സ്വർഗം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവകൃപയിൽ പൊതിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. God bless you. Jesus loves you. God be with you.